ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാർമക്രാക്കർ. നമ്മളിന്ന് ഇനോർഗാനിക് ഫാർമസിയിൽ ഒരു പോർഷനാണ് എടുക്കുന്നത്, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റേഡിയോ ആക്ടിവിറ്റി, അതിൻ്റെ ഐസോടോപ്സ്, പിന്നെ അതിൻ്റെ കുറച്ച് കോമ്പൗണ്ട്സും കുറച്ച് MCQസും നോക്കണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ആറ്റംസിൻ്റെയും ന്യൂക്ലിയയിൽ നമ്മുടെ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വളരെ സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇൻ ഹെവി എലമെൻസിൻ്റെ കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് ആ പ്രോട്ടോണിൻ്റെ ന്യൂട്രോൺ റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പം ഈ എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പം വാട്ട് ഹാപ്പൻസ്, ഈ എലിമെൻറ്റ്സ് ലൈക്ക് യുറാനിയം 235 അവർ എമിറ്റ് ചെയ്യും കുറച്ച് പാർട്ടിക്കിൾസ്, അതായത് ആൽഫ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റേഡിയേഷൻ എമിറ്റ് ചെയ്യും, അതായത് ഗാമ റേസ്. ഇതെന്തിനാണ് ചെയ്യുന്നത്? ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. ദി ആറ്റംസ് ഓഫ് ഹെവി എലിമെൻറ്റ്സ് such as uranium and thorium are unstable. In the nuclei, the neutron to proton ratio is very high. So the nucleus of the elements like uranium 235 throws out or emits some particles like alpha particle or beta particles, and also gives some radiation like gamma rays in order to attain stability. Okay, അപ്പം the spontaneous breaking down of unstable atom is known as radioactive disintegration അല്ലെങ്കിൽ radioactive decay എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട്. ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ട്രീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് ദേ ഹാവ് 2 പോസിറ്റീവ് ചാർജസ് ആൻഡ് മാസ് ഓഫ് 4 അറ്റോമിക് മാസ് യൂണിറ്റ് AMU. ഓക്കെ, അപ്പം അത് മെയിൻലി അവർ ഹീലിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആൽഫ പാർട്ടിക്കിളായിട്ട്, ആൻഡ് ഇത് റെപ്രസെൻറ്റഡ് ആസ് ആൽഫ 4 2. ഓക്കെ, പിന്നെ ഈ ആൽഫ റേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് വളരെ ഹൈ വെലോസിറ്റി ഉണ്ട്. അതായത് ഈവൺ ടു 1/10 ഓഫ് ദാറ്റ് ഓഫ് ദി ലൈറ്റാണ് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പെനട്രേറ്റിംഗ് പവർ ത്രൂ ദ മാറ്റർ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ വെക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ദ കപ്പാസിറ്റി ടു കോസ് ഇൻറ്റൻസ് അയണൈസേഷൻ, അവർക്ക് നല്ല ഒരു ഹൈ കപ്പാസിറ്റിയാണുള്ളത്. ഈ നമ്മുടെ മോളിക്യൂൾസ് ഓഫ് ഗ്യാസസിലോ എന്തെങ്കിലും കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് നല്ല അയണൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ആൽഫ റേസ് എന്ന് പറയുമ്പോഴത്തേക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഹൈ വെലോസിറ്റിയാണ്, പക്ഷേ നമുക്കതിനെ പെനട്രേറ്റിംഗ് പവർ എന്ന് പറയുന്നത് ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബീറ്റ റേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കൺസിസ്റ്റ് ഓഫ് ദ സ്ട്രീം ഓഫ് ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് വെരി സ്മോൾ മാസ്സാണ്, പിന്നെ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ബീറ്റ 0-1 എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് സിമിലർ ടു ദാറ്റ് ഓഫ് ലൈറ്റ് ആണ്. പിന്നെ ആൽഫ റേസിനെക്കാട്ടി കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് പെനട്രേറ്റിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ആൻഡ് ഇതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു അലൂമിനിയം ഷീറ്റ് വെക്കേണ്ടി വരും. ഓക്കെ, ആൽഫയുടെ കണ്ടീഷനിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ മതി. പക്ഷേ ബീറ്റ റേസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഓഫ് അലൂമിനിയം ഷീറ്റാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ ഇവർ വീക്ക് അയണൈസേഷനാണ് ഗ്യാസസിലൂടെ പാസ് ചെയ്യുന്ന ഗ്യാസസിലൂടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വീക്ക് അയണൈസേഷനാണ്. കാര്യം മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെരി സ്മോൾ മാസ്സാണ്. മാസ് കാരണമാണ് ഇവർ വീക്കായിട്ടുള്ള അയണൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൽഫയുടെ കണ്ടീഷൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് വളരെ മോർ സ്ട്രോങ്ങർ അയണൈസേഷൻ കപ്പാസിറ്റിയാണ് അതിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗാമ റേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പാർട്ടിക്കിൾസ് അല്ല, അവരെന്താ പറയുന്നത്, ഒരു എക്സ്റേ പോലത്തെ ഒരു റേഡിയേഷൻ വേവ് ആണ് അതുള്ളത്. ഈ ഗാമ റേ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആൽഫയുടെ അല്ലെങ്കിൽ ബീറ്റ റേസിൻ്റെ കൂടെയാണ് ഇതിനെ എമിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു മാസോ അല്ലെങ്കിൽ ഒരു ചാർജോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഗാമ 00 ആണ് നമ്മുടെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗാമ റേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സിമിലർ ടു ലൈറ്റ് ആണ്, ആൻഡ് ഹാവ് ദി ഹൈയസ്റ്റ് പെനിട്രേറ്റിംഗ് പവർ. ഓക്കെ, അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ലെഡോ അല്ലെങ്കിൽ കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഒരുപാട് മീറ്റർ തിക്നെസ് ഉള്ളൊരു കട്ടി കോൺക്രീറ്റ് തന്നെ വേണം നമുക്ക് ഇതിൻ്റെ റേസിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ. ഓക്കെ, പക്ഷേ ഇവർ വളരെ വീക്കായിട്ടുള്ള അയണൈസറാണ്. പെനിട്രേറ്റിംഗ് എബിലിറ്റിയാണ് കൂടുതൽ, അയണൈസേഷൻ കപ്പാസിറ്റി വളരെ വളരെ കുറവാണ്. ആൽഫയുടെ കണ്ടീഷൻ പറഞ്ഞപ്പോഴത്തേക്ക് പെനിട്രേറ്റിംഗ് പവർ വളരെ വളരെ കുറവാണ്, പക്ഷേ നല്ല ഹൈ ആയിട്ടുള്ള അയണൈസേഴ്സാണ്. ഓക്കെ,
നെക്സ്റ്റ് വൺ, ഡിറ്റക്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. നമുക്ക് റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതിലൊരെണ്ണം ക്ലൗഡ് ചേമ്പർ മെത്തേഡ്, പിന്നെ അയണൈസേഷൻ ചേമ്പർ മെത്തേഡുണ്ട്, ഗീഗർ മുള്ളർ കൗണ്ടറുണ്ട്, സിൻഡിലേഷൻ കൗണ്ടർ മെത്തേഡുണ്ട്. ഓക്കെ, അതിൽ മെയിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകേണ്ടത് നമ്മുടെ ഗീഗർ മുള്ളറിൻ്റെ ഇതിൻ്റെയാണ്, ഗീഗർ മുള്ളർ കൗണ്ടറാണ്. അപ്പോൾ നമ്മുടെ ഗീഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിൻ്റെ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ളൊരു മെറ്റൽ ട്യൂബ് ഉണ്ടായിരിക്കും. അതിനൊരു ക്യാന്തോടും ഒരു സെൻട്രൽ വയറും ഉണ്ട്. പിന്നെ ആ സെൻട്രൽ വയറാണ് അതിന് ആനോഡായിട്ട് സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ആർഗൺ ഗ്യാസ് ട്യൂബിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഒരു റെഡ്യൂസ്ഡ് ഒരു 0.1 അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 100 വോൾട്ട് അതിനെ അപ്ലൈ ചെയ്യുന്നു. ഈ രണ്ട് ഇലക്ട്രോഡിൻ്റെ ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 100 വോൾട്ട്. എന്നിട്ട് ഒരു ആർഗൺ ഗ്യാസ് അയണൈസ്, അതായത് ഒരു ഏതിലൊരു ആൽഫ ഓർ ബീറ്റ പാർട്ടിക്കിൾ ആ ട്യൂബിൽ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ആർഗൺ ഗ്യാസിനെ അയണൈസ് ചെയ്യും. അപ്പോഴത്തേക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആർഗൺ ഗ്യാസ് എന്ത് പറ്റും, നമ്മൾ കാഥോഡിൽ അട്രാക്റ്റ് ചെയ്യും. എന്നിട്ട് നെഗറ്റീവ് ചാർജുള്ള ആ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അപ്പം ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫ്ലോസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്. അതായത് എപ്പം എന്ത് സംഭവിക്കും, ഏതെങ്കിലും ഒരു ആൽഫ അല്ലെങ്കിൽ ഒരു ബീറ്റ പാർട്ടിക്കിൾ ആ ട്യൂബിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാവും. ആ ഇലക്ട്രിക്കൽ ഇമ്പൾസിൻ്റെ പോസിറ്റീവ് ചാർജ് കാഥോഡിലേക്കും നെഗറ്റീവ് ചാർജ് ആനോഡിലേക്കും പോവും. ഓക്കെ, എന്നിട്ട് ഈ പൾസസിനെ ഒരു കൗണ്ടറുണ്ട്, ഒരു ഓട്ടോമാറ്റിക് കൗണ്ടറുണ്ട്. ആ ഓട്ടോമാറ്റിക് കൗണ്ടറിൽ എത്ര ആണെന്നുള്ളത് കൗണ്ട് ചെയ്യും. ഓക്കെ, the intensity of radioactivity of any radioactive material can be found out by finding the number of pulses per minute. ഇമ്പൾസ് ഉണ്ടാവുന്നതിൻ്റെ ആ ഇമ്പൾസിന് പെർ മിനിറ്റാണ് നമുക്ക് ആ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിൻഡിലേഷൻ കൗണ്ടറാണ്. സിൻഡിലേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ഫ്ലാഷ് ഓഫ് ലൈറ്റ് എന്നാണ്. അപ്പം ഇതിനകത്ത് എന്തോ ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് നമ്മളൊരു ആൽഫ പാർട്ടിക്കിളിൻ്റെ വയറിൻ്റെ മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതുപോലെ ഓരോ ആൽഫ പാർട്ടിക്കിൾ നമ്മുടെ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനുണ്ട്, അതിലോട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫ്ലാഷ് ഉണ്ടാവും. എന്നിട്ട് ആ ഫ്ലാഷിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷനായിട്ട് കണക്കാക്കുന്നത്. അതായത് ഫ്ലാഷ് പ്രൊഡ്യൂസ് പെർ സെക്കൻഡ് ആണ് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുന്നത് ആസ് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ കൗണ്ടറിനെ നമുക്ക് ഒന്നീ ആൽഫ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾസ് മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പാർട്ടിക്കിൾസാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഗാമ റേസ് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഐസോടോപ്സ് ആണ്. ഐസോടോപ്സ്, ഐസോബാസും റേഡിയോ ഐസോടോപ്സും ആണ്. അപ്പോൾ അതിൽ ഐസോടോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിനൊരു അതിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഇതാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എലിമെൻറ്റിന് 2 അധികമോ ഐസോടോപ്സ് കാണാം, ചാൻസ് ഉണ്ട്. അതിനൊന്നും ഒരു ഇതില്ല. പിന്നെ നമ്മുടെ ഈ അറ്റോമിക് നമ്പർ എന്താണ് അങ്ങനെയാണെങ്കിൽ, അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ന്യൂക്ലിയസ് ഓഫ് ആറ്റത്തിലുള്ള ആ നമ്പർ ഓഫ് പ്രോട്ടോണിനാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ആ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ സമ്മാണ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ സിംഗിളി പ്രോട്ടോണാണ്. മാസ് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, അപ്പോൾ ഐസോടോപ്സ് എന്ന് പറയുമ്പോൾ സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റേബിൾ ഐസോടോപ്സും ഉണ്ട്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഉണ്ട്. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്സ്. നമ്മുടെ സ്റ്റേബിൾ ഐസോടോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ സ്റ്റേബിൾ ആയിരിക്കും. അവർ എന്താ പറയുന്നത്, റേഡിയേഷനൊന്നും എമിറ്റ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഈ പടത്തിൽ കാണുന്നത് നമുക്ക് ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. അതായത് പ്രോട്ടീൻ, ഡ്യൂറ്റീരിയം ആൻഡ് ട്രീഷ്യം ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ മാസ് നമ്പർ കണ്ടോ, മാസ് നമ്പർ വ്യത്യാസം വരും, പക്ഷേ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഇനി ഇത് കാണുന്നതെന്ന് പറഞ്ഞത് ഐസോടോപ്സ് ഓഫ് കാർബൺ ആണ്. C12, C13, C14. ഇവിടെ എന്തായിരിക്കും മാസ് നമ്പറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. പ്രോട്ടോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എല്ലാവർക്കും സെയിം ആണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയാനുള്ളത് നെക്സ്റ്റ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ആണ്. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ചില എലിമെൻസിൻ്റെ ഐസോടോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ റേഡിയോ ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യും അല്ലെങ്കിൽ എമിറ്റ് ചെയ്യും. അതിനെയാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ റേഡിയോ ആക്റ്റീവ് സ്പീഷീസിനെ നമ്മൾ ന്യൂക്ലിയേറ്റ്സ് എന്ന് പറയും. റേഡിയോ ന്യൂക്ലിയേറ്റ്സ് എന്നാണ് അതിൻ്റെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ യുറേനിയം, റേഡിയം. ഓക്കെ, ഇനി അടുത്തത് ഈ കാണുന്ന പിക്ചറിൽ കണ്ടോ, അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റേഡിയോ ഐസോടോപ്പാണ്. അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്സ് ആണ്. ട്രീഷ്യം 3 എന്ന് പറയുന്നത് അതൊരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പാണ്. അതുപോലെ കാർബൺ 14
അതിനകത്ത് C1416 മാത്രം ഉള്ളതിൻ്റെ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള 2 കാർബണും സ്റ്റേബിളാണ്. ആ കാർബണിൻ്റെ 2 ഐസോട്ടോപ്സും സ്റ്റേബിളാണ്. അതായത് C12 C13 അതുപോലെ തന്നെ H11 സ്റ്റേബിളാണ്, H21 സ്റ്റേബിളാണ്, H31 മാത്രമേ ഇതിനകത്ത് അൺസ്റ്റേബിളായിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഹാഫ് ലൈഫും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം ഈ കാർബൺ 14 എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബോഡിയുടെയൊക്കെ മീൻസ് കെഡാവറിൻ്റെ നമ്മളതിൻ്റെ ആ പഴക്കം നോക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. മീൻസ് അത് എത്ര നാളായി ബോഡി ഡെഡായിട്ട് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. അതായത് കാർബൺ 14 ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം. അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 5730 years ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഐസോബാസ്. ഐസോബാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് സെയിം മാസ് നമ്പർ ആയിരിക്കും ഉള്ളത്, പക്ഷേ അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് എലിമെൻറ്റ്സ് ആയിരിക്കും ഐസോബാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ കാണുന്നതിനകത്ത് ആർഗണിൻ്റെയും പൊട്ടാഷ്യവും കാൽഷ്യവും ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് യുറാനിയത്തിൻ്റെയും നെപ്റ്റ്യൂണിയവും അതുപോലെ തന്നെ പ്ലൂട്ടോണിയത്തിൻ്റെയും ആ 3 എലിമെൻറ്റ്സിൻ്റെയും ഒരു ഐസോബാർ ഫോർമേഷനുണ്ട്. ഓക്കെ, ഇനി ടോപ്പിക്ക് ഇഫക്ട്സ് ഓഫ് റേഡിയേഷനാണ്. ഇഫക്ട്സ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി നമ്മുടെ ഈ റേഡിയേഷൻ ഏതൊക്കെ പാർട്ടിക്കിൾസാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പം മെയിൻലി നമ്മുടെ ബോഡിയിൽ ഡാമേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള റേഡിയേഷൻ എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾസ്, ബീറ്റ പാർട്ടിക്കിൾ, ന്യൂട്രോൺ, എക്സ്റേസ്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവരൊക്കെ എന്താ പറയുക, ഒരു സെല്ലിനകത്ത് അതിൻ്റെ മോളിക്യൂൾസിനെ അയണൈസ് ചെയ്യുകയും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിലൊക്കെ ഉള്ള ആ വാട്ടർ മോളിക്യൂളില്ലേ, വാട്ടർ മോളിക്യൂളിനെയൊക്കെ അയണൈസ് ചെയ്ത് ഫ്രീ റാഡിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ അൺസ്റ്റേബിളും അതുപോലെ തന്നെ വെരി റിയാക്റ്റീവുമാണ്. അപ്പം അത് നമ്മൾ ഫ്രീ റാഡിക്കിൾസ് നമ്മുടെ സെക്കൻഡറി കെമിക്കൽ സബ്സ്റ്റൻസസിലൊക്കെ പോയി ആക്ട് ചെയ്ത് നമ്മുടെ പെറോക്സൈഡ്സ് ഒക്കെ ഫോം ചെയ്ത് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് വെരി ഇൻജൂറിയസ് ടു സെൽ. ഇൻ കേസ് ഓഫ് DNA അത് ത്തേക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പാർട്ടാണ് DNA എന്ന് പറയുന്നത്. അപ്പോൾ DNA ഇതിനകത്ത് ഇൻഹിബിഷൻ ഓഫ് മൈറ്റോസിസോ അല്ലെങ്കിൽ സെൽ ഡിവിഷനെയൊക്കെ ഇൻഹിബിഷനാണ് മെയിനായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 types ഓഫ് റേഡിയേഷൻ്റെ ഇഫക്ട്സ് എന്ന് പറയുമ്പോൾ ഡാമേജ് എന്ന് പറയുമ്പോൾ സൊമാറ്റിക് ഇഫക്റ്റും ജനറ്റിക് ഇഫക്റ്റുമാണ്. സൊമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്മുടെ ബോഡിയുടെ വേരിയസ് പാർട്സിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് കേസ് ഓഫ് ജനറ്റിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ ഹെറിഡിറ്റിയാണ് ഇത് ഇഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനീഷ്യൽ സിംറ്റംസ് ആഫ്റ്റർ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിയർ ആയിട്ടുള്ള നോസിയ, വോമിറ്റിംഗ്, പിന്നെ ഡയറിയ, ഫോളോഡ് ബൈ അൾസറേഷൻ ഓഫ് ദി ഗട്ട്, പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ബ്ലഡ് സെൽസ് എല്ലാം കൗണ്ട് റെഡ്യൂസ് ആവും. പിന്നെ ആൻറ്റിബോഡി പ്രൊഡക്ഷനെയാണ് പിന്നെ അടുത്തതായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 2 to 3 വീക്സിനകം നമുക്ക് ഡെത്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡിലേഡ് എഫക്ട്സ് ഓഫ് റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് എക്സ്പോഷർ ടു എ ലോ ലെവൽ ഓഫ് റേഡിയേഷനെയാണ് നമ്മൾ ഡിലേഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. ഈ ഡിലേഡ് എഫക്ട്സിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഹെയർ ഗ്രേ ആവുന്നത് എത്രയും പെട്ടെന്ന് തന്നെ. അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ, ലങ് ക്യാൻസർ, ലുക്കീമിയ, ഹോഡ്ജ്കിൻസ് ഡിസീസ് എക്സെട്ര. ഓക്കെ, പിന്നെ കുറച്ചുകൂടി ലാർജ് ഡോസ് ഓഫ് റേഡിയേഷൻ ആണ് വരുന്നതെങ്കിൽ ഇറ്റ് വിൽ ഇനാക്ടിവേറ്റ് ദ ഗോണാറ്റ് ലീഡിങ് ടു സ്റ്റെറിലിറ്റി. അതുപോലെ തന്നെ ക്രോമസോമൽ ഡാമേജ് ഉണ്ടാക്കും ആൻഡ് കോസ് ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റേഡിയോ ആക്ടിവിറ്റിയിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയേറ്റ്സ് നമുക്കറിയാം കൊബാൾട്ടാണ്. കൊബാൾട്ട് ഇസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. അതുപോലെ റേഡിയം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യും. പിന്നെ ഫോസ്ഫറസ് 32 എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സ്റ്റഡീസിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അയഡിൻ 131 എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് തൈറോയ്ഡ് ഡിസീസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ നമ്മുടെ മെഡിക്കൽ യൂസസ് ഓഫ് റേഡിയോ ഐസോട്ടോപ്സ്. മെഡിക്കൽ യൂസ് ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ മെയിനായിട്ട് വരുന്നത് കാര്യം റേഡിയേഷൻ സ്റ്റെറിലൈസേഷനാണ്. അത് സ്റ്റെറിലൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ, അതായത് ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് തെർമോലബൈലായിട്ടുള്ള ഡ്രഗ്സ് ലൈക്ക് പെൻസിലിൻ, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ബൈ റേഡിയേഷൻ ഫ്രം റേഡിയോ ന്യൂക്ലിയേറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ മൈക്രോ ഓർഗാനിസംസും അതുപോലെ സ്പോർസ് എല്ലാം സെക്കൻഡ്സിനുള്ളിൽ തന്നെ അത് എല്ലാം കിൽഡായിട്ട് ഡ്രഗ് ബിക്കം സ്റ്റെറൈൽ. ഓക്കെ, ഇതിനകത്ത് ഗാമ റേസ് ആണ്
യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മിക്കവാറും PSC ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നതാണ്. ഗാമ റേസ് ആണ് നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പെൻസിലിൻ്റെ കണ്ടീഷനിൽ റേഡിയേഷൻ ഫ്രം ദ റേഡിയോ ന്യൂക്ലിയേറ്റ്സ് വഴിയാണ് സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയോ തെറാപ്പിയിൽ എന്താണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് ആ ഡിസീസ്ഡ് ടിഷ്യൂവിനെ ചെയ്യുക എന്നുള്ളത്. അതായത് വിത്തൗട്ട് ഡിസ്ട്രോയിങ് എനി ഹെൽത്തി ടിഷ്യൂ ആ ഡിസീസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂവിനെ മാത്രം ഡിസ്ട്രോയ് ചെയ്യുക. ഓക്കെ, ഗാമ റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മോസ്റ്റ് പെനിട്രേറ്റിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ട്യൂമേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗാമ റേഡിയേഷനാണ്. ഓക്കെ, പിന്നെ ചില കണ്ടീഷൻസിൽ എക്സ്റ്റേണലും അതുപോലെ തന്നെ ഇൻറ്റേർണൽ തെറാപ്പിയും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്റ്റേണൽ തെറാപ്പിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ തെറാപ്പിയിൽ ഒരു റേഡിയോ ന്യൂക്ലൈഡ് നമ്മുടെ സർജിക്കൽ ക്യാവിറ്റി, ബോഡിയുടെ സർജിക്കൽ ക്യാവിറ്റിയിൽ വെക്കുകയോ അല്ലെങ്കിൽ ഇൻജെക്റ്റ് ചെയ്യുകയോ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ സോഴ്സ് മീൻസ് അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റൽ എടുത്ത് കളയും അത്. ഓക്കെ, എന്നിട്ട് ചില കണ്ടീഷൻസിൽ ഷോർട്ട് ഹാഫ് ലൈഫ് ഉള്ള മീൻസ് സബ്സ്റ്റൻസസ് ആണെങ്കിൽ, റേഡിയോ ന്യൂക്ലിയേറ്റ്സ് ആണെങ്കിൽ എടുത്ത് കളയേണ്ട കാര്യമില്ല. പക്ഷേ റേഡിയം പോലുള്ള ഇതുണ്ടല്ലോ റേഡിയോ ന്യൂക്ലിയേറ്റ്സ്, അതിന് ലോങ് ഹാഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ എടുത്ത് മാറ്റി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയോ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് മെറ്റീരിയൽ നമ്മുടെ ഒപ്പേക്കാണ് നമ്മുടെ വിസിബിൾ ലൈറ്റിന്. ഓക്കെ, ആ വിസിബിൾ ലൈറ്റിന് ഒപ്പേക്കായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ എക്സ്റേക്കും ഗാമ റേസിനും ഒക്കെ വിസിബിളാണ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഇപ്പം ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു മാപ്പ് എടുക്കണമെങ്കിൽ നമ്മൾ അയഡിൻ 131 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അയഡിൻ 131 ഇൻ ദ ഫോം ഓഫ് ഡൈ അയഡോ ഫ്ലൂറസിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ റേഡിയോ ഐസോട്ടോപ്സ് ആണ്. സ്റ്റോറേജ് ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഗാമ റേസിനാണ് പെർട്ടിക്കുലറായിട്ട് ഈ സ്റ്റോറേജിന് മീൻസ് മുൻഗണന കൊടുക്കേണ്ടത്. ബിക്കോസ് അതിന് നല്ല എമിറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ലെഡ് കണ്ടെയ്നറിലാണ് വെക്കുന്നത്, ലെഡ് കണ്ടെയ്നർ ഓഫ് സ്യൂട്ടബിൾ തിക്നെസ്. പിന്നെ ആൽഫ ആൻഡ് ബീറ്റ റേസ് ഉള്ള എമിറ്റേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് തിക്ക് ഗ്ലാസ് കണ്ടെയ്നേഴ്സിനകത്ത് വെച്ചാലും ഇറ്റ്സ് ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രിക്കോഷൻസ്. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസാണ് ഇതിന് എടുക്കേണ്ടതെന്നുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റബ്ബർ ഗ്ലൗ ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അബ്സോർബൻ പേപ്പർ ആയിരിക്കണം നമ്മൾ റേഡിയോ ആക്റ്റീവ് ലിക്വിഡ്സോ എന്തെങ്കിലുമൊക്കെ സ്പില്ലായാൽ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പിപ്പറ്റ്സ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിഡ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ്, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് വൺ യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്യൂരിയാണ്. Okay, it is the weight of any radioactive substance undergoing the same number of disintegration as 1 gram of radium, which is 3.7 × 10⁻10 disintegrations per second. അതായത് 1 gram ഓഫ് റേഡിയത്തിൻ്റെ സെയിം നമ്പർ ഓഫ് ഡിസിൻറ്റിഗ്രേഷൻ എത്ര ഗ്രാം ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനാണ് ഉള്ളതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 1 ക്യൂരി എന്ന് പറയുന്നത് 3.7 × 10⁻10 ബെക്യുറലാണ്. ക്യൂരി ഒരു ലാർജർ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മില്ലി ക്യൂരി, മൈക്രോ ക്യൂരിയാണ് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന. വേറൊരു കാര്യം, നമ്മുടെ SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബെക്യുറലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇൻ ദ മെഡിസിനൽ പ്രാക്ടീസ്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളൂ. ഇപ്പം ഫെറിക് സിട്രേറ്റിൻ്റെ കണ്ടീഷൻ പറയുമ്പോഴത്തേക്ക് ഫെറിക് സിട്രേറ്റ് Fe ആണ്. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റെറൈൽ സൊല്യൂഷനാണ്. ഇറ്റ് കണ്ടെയ്ൻ 1% ഓഫ് സോഡിയം സിട്രേറ്റും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്. അത് എന്തിനാണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സെറത്തിന് ഐസോട്ടോണിക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡിയം സിട്രേറ്റും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മളിതിൻ്റെ ഹാഫ് ലൈഫാണ് പിന്നെ പഠിക്കേണ്ട കാര്യം. അതായത് 44.6 days ഓൺലി. പിന്നെ ഇതിനകത്ത് പഠിക്കാൻ പ്രത്യേകിച്ചെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് ഫോർ ഐഡൻറ്റിറ്റി ഒന്നും അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ടെസ്റ്റ് ഫോർ ഐഡൻറ്റിറ്റിയിൽ ഒരു കാര്യം അതിൻ്റെ ഹാഫ് ലൈഫാണ്. പിന്നെ നമ്മൾ മെർക്കുറി സൾഫേറ്റ് സൊല്യൂഷനും പൊട്ടാഷ്യം പെർമാംഗനേറ്റും ഇത് നമ്മുടെ ഇഞ്ചക്ഷന് മെർക്കുറി സൾഫേറ്റ് സൊല്യൂഷനും അതുപോലെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷനിലിട്ട് ബോയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ കളറ് ഇസ് ഡീകളറൈസ്ഡ് ചെയ്ത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ pH എന്ന് പറയുമ്പോഴത്തേക്ക് 6 to 8. പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇറ്റ് ഈസ് യൂസ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബ്ലഡ് ഡിസോർഡർ. ഓക്കെ,
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഡിയം അയഡൈഡ് സൊല്യൂഷനാണ്. സോഡിയം അയഡൈഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പം ഇതിനകത്ത് ക്ലിയർ കളർലെസ് സൊല്യൂഷനാണ്. ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് 8.06 ഡേയ്സ് ആണ്. ഇത് ബോത്ത് ബീറ്റ ആൻഡ് ഗാമ റേസിനെ എമിറ്റ് ചെയ്യും. പിന്നെ pH എന്ന് പറയുമ്പോഴത്തേക്ക് 7 to 10 ആണ്. പിന്നെ പഠിക്കാനുള്ള നമ്മളതിൻ്റെ യൂസാണ്. യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് യൂസ് ഇൻ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസോർഡർ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിനെയാണ് സോഡിയം അയഡൈഡ് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ സോഡിയം ഫോസ്ഫേറ്റ്. സോഡിയം ഫോസ്ഫേറ്റിനതാണെങ്കിൽ ഈ സോഡിയം ഫോസ്ഫേറ്റിൽ ഇറ്റ് ഈസ് ദ സ്റ്റിറൈൽ സൊല്യൂഷൻ ഓഫ് ഡൈസോഡിയം, അതുപോലെ തന്നെ മോണോസോഡിയം ഓർത്തോഫോസ്ഫേറ്റ്സ്. ഓക്കെ, സോഡിയം ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സൊല്യൂഷൻ ഓഫ് ഡൈസോഡിയം അതുപോലെ തന്നെ മോണോസോഡിയം ഓർത്തോഫോസ്ഫേറ്റുമാണ് ആ ഇഞ്ചക്ഷനിലുള്ളത്. ഇത് എന്നിട്ട് നമ്മൾ ഐസോട്ടോണിക് സലൈൻ സൊല്യൂഷനിലാണ് ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് 14.3 ഡേയ്സ് ആണ്. പിന്നെ ഇറ്റ്സ് എ ക്ലിയർ കളർലെസ് സൊല്യൂഷൻ, pH between 6 and 8. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പോളിസൈത്തീമിയ വെറ. പിന്നെ നെക്സ്റ്റ് വൺ സയനോകബാലമിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കൊബാൾട്ട് 58 ആണ്. ആൻഡ് ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് 70.8 ഡേയ്സ് ആണ്. അതുപോലെ ബീറ്റ റേസും ഗാമ റേസും എമിറ്റ് ചെയ്യും. പിന്നെ ക്ലിയർ കളർലെസ് സ്ലൈറ്റ്ലി പിങ്ക് സൊല്യൂഷൻ. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ എ ടെമ്പറേച്ചർ ഓഫ് 2 to 8 ഡിഗ്രി ആൻഡ് പ്രൊട്ടക്ട് ഫ്രം ലൈറ്റ്. ഇത്രയാണ് നമ്മുടെ റേഡിയോ ന്യൂക്ലിയേറ്റ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ ഒപ്പേക്ക് മീഡിയം ആണ്. ഓക്കെ, റേഡിയോ ഒപ്പേക്ക് മീഡിയം എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി നമ്മൾ അതിൻ്റെ ഡയഗ്നോസിസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഒരു കോമ്പൗണ്ട് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ബേരിയം സൾഫേറ്റ് ആണ്. ബേരിയം സൾഫേറ്റ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്കറിയണം. അതായത് ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് എ കോൾഡ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സോളബിൾ ബേരിയം സോൾട്ട്. അതായത് ബേരിയം ക്ലോറൈഡ് പോലുള്ളൊരു ബേരിയം സോൾട്ടിനെ നമ്മൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് BaSO4 പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വാഷ്ഡ് വിത്ത് വാട്ടർ, എന്നിട്ട് തന്നെ ക്ലോറൈഡ് എല്ലാം നമ്മൾ ഫ്രീ ആക്കിയിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫൈൻ heavy white powder ആണ് it is free from the gritty particles. It is odorless and tasteless. അതുപോലെ it is insoluble in water and organic solvent and also in dilute acids and alkalis. Okay, it is soluble in concentrated sulfuric acid. പിന്നെ നമ്മുടെ ടെസ്റ്റ് ഓഫ് പ്യൂരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി, ഫോസ്ഫേറ്റ്, ആഴ്സനിക്, ഹെവി മെറ്റൽ, സൾഫൈഡ്, പിന്നെ അതുപോലെ ആസിഡ് സോലബിൾ സബ്സ്റ്റൻസസ്, പിന്നെ സോലബിൾ ബേരിയം സോൾട്ടും ബൾക്കിനെസ്സിനൊക്കെ നമ്മളിതിനെ ടെസ്റ്റ് ചെയ്യണം. പിന്നെ സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടൊരു സംഭവമാണ്. അപ്പം അത് നമുക്ക് വലിയ കുഴപ്പമില്ല സ്റ്റോറിങ്ങിൻ്റെ കാര്യത്തിൽ. അത് വെൽ ക്ലോസ്ഡ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്താൽ മതി. പിന്നെ മെഡിസിനൽ ഫാർമസ്യൂട്ടിക്കൽ യൂസ് എന്ന് പറയുമ്പം അതിന് നമ്മൾ ഡയഗ്നോസ്റ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഡയഗ്നോസ്റ്റിക് എയ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് അഡ്മിനിസ്ട്രേഡ് ഇൻ ദ ഫോം ഓഫ് സസ്പെൻഷൻ ഓറലി ഓർ റെയർലി ആസ് റെക്ടൽ ഇഞ്ചെക്ഷൻസ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൻ്റെ ബേരിയം മീലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ബേരിയം മീലിൻ്റെ കാര്യം സെയിം സംഭവം തന്നെയാണ്. നമ്മൾ എക്സ്റേസിനെയൊക്കെ നമ്മൾ ഗട്ടിൽ എക്സ്റേ ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ ഈ ബേരിയം സൾഫേറ്റ് മീൽ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിനകത്തൊക്കെ പഠിക്കാനായിട്ട്. പിന്നെ ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഇത്ര എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഷുവറായിട്ട് ചോദിക്കുക. അതിൻ്റെ എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത് നമുക്ക് MCQലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which one of the following emulsion from decay of radionuclides is commonly used in sterilization? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെറിലൈസേഷനിൽ ഏത് റേഡിയോ ന്യൂക്ലിയൈഡ് ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, A ഗാമ, B എക്സ്റേ, C ആൽഫ, D പോസിട്രോൺ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഗാമയാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയോ ഒപ്പേക് കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ഡയഗ്നോസ്റ്റിക് ഏജന്റ് ഇൻ ദ പെപ്റ്റിക് അൾസർ. നമ്മൾ റേഡിയോ ഒപ്പേക് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ഏജന്റ് പെപ്റ്റിക് അൾസർ. നമ്മളിത് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ സിങ്ക് സൾഫേറ്റ്, B മഗ്നീഷ്യം സൾഫേറ്റ്, C ബേരിയം സൾഫേറ്റ് ആൻഡ് D പൊട്ടാഷ്യം സൾഫേറ്റ്. നമ്മുടെ ആൻസർ ബേരിയം സൾഫേറ്റ് ആണ്. നമ്മൾ ബേരിയം മീലാണ് ഗട്ടിൻ്റെയൊക്കെ പ്രയറായിട്ട് മീൻസ് എക്സ്റേ എടുക്കാനായിട്ട് ഈ ബേരിയം മീല് പ്രയർ ടു എക്സ്റേ എടുക്കാറുണ്ട്. ഓക്കെ, ബേരിയം സൾഫേറ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോയിൻറ്റിജൻ R is the unit of ഏതാണ്? A absorbed dose, B exposure, C dose equivalent and D absorbed. A ഓപ്ഷൻ രണ്ടിടത്തായി പോയി.
അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ്പോഷറാണ്. റോ ആൻറ്റിജൻ ഇസ് ദ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇസ് ദ യൂണിറ്റ് ഓഫ് എക്സ്പോഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിനം സീരീസ് ഇസ് ഓൾസോ നോൺ ആസ്. ഓക്കെ, ഇന്നത്തെ ഏതാണ് നമ്മുടെ ആക്ടിനം സീരീസ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എ 4n, ബി 4n+1, സി 4n+2 ആൻഡ് ഡി 4n+3. ആൻസർ ഡി ആണ്, 4n+3 ആണ്. ആക്ടിനം സീരീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലായിരുന്നു, ഇതിൻ്റെ ഒരു ഫിഗർ ഞാൻ അടുത്ത സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലിമെൻ്റ് എന്ന് പറഞ്ഞില്ലേ, അത് മെയിൻലി നമ്മൾ തോറിയം സീരീസിൽ, നെപ്റ്റ്യൂണിയം സീരീസിൽ, യുറേനിയം സീരീസിൽ, ആക്ടിനം സീരീസിലാണ് വരുന്നവരായിരിക്കും നമ്മുടെ ഈ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം തോറിയം സീരീസിൻ്റെ പാരൻ്റ് എലിമെൻറ്റ് എന്ന് പറയുന്നത് തോറിയം 232 ആണ്. അത് ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് ലാസ്റ്റ്ലി അതിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എലിമെൻറ്റ് ലെഡിലാണ് വന്നെത്തുന്നത്. ഓക്കെ, അതിനകത്ത് 6 ആൽഫ പാർട്ടിക്കിൾസും അതുപോലെ തന്നെ 4 ബീറ്റ പാർട്ടിക്കിൾസും എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെപ്റ്റ്യൂണിയം സീരീസ് എന്ന് പറയുന്നത് 4n+1 ആണ്. യുറാനിയം സീരീസ് എന്ന് പറയുന്നത് 4n+2ഉം ആക്ടിനം സീരീസ് എന്ന് പറയുന്നത് 4n+3ഉം ആണ്. ഇത് ഈ സീരീസിൻ്റെ പേരും ഈ 4n അതും കറക്റ്റായിട്ട് പഠിക്കണം. ഇത് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഈ പാരൻ്റ് എലിമെൻറ്റ് വന്നിട്ട് ലാസ്റ്റ് സ്റ്റേബിൾ എലിമെൻറ്റ് ഏതാണെന്ന് ചോദിക്കാം. അതും ഒരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഡ്രഗനലിസ്റ്റിനൊക്കെ ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാഡ് ഇസ് ദ യൂണിറ്റ് ഓഫ്. എന്താണ് റാഡ്? എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയേഷൻ അബ്സോർബ്ഡ് ഡോസ് ആണ് റാഡ്. അതിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതിൻ്റെ യൂണിറ്റാണ് റാഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ അബ്സോർബ്ഡ് ഡോസ്, ബി എക്സ്പോഷർ, സി ഡോസ് ഇക്വലൻ്റ് ആൻഡ് ഡി ഡിസിൻറ്റഗ്രേഷൻ. നമ്മുടെ ആൻസർ അബ്സോർബ്ഡ് ഡോസ് ആണ്. റേഡിയേഷൻ അബ്സോർബ്ഡ് ഡോസ് ഇസ് ദ യൂണിറ്റ് ഓഫ് അബ്സോർബ്ഡ് ഡോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊബാൾട്ട്-60 ട്രീറ്റ്മെൻറ്റ് തൈറോയ്ഡ് ഡിസീസ്, ബി ക്യാൻസർ, സി പെപ്റ്റിക് അൾസർ, ഡി നൺ ഓഫ് ദീസ്. നമ്മുടെ ആൻസർ ക്യാൻസറാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ബേസിക് യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. ഇതിലേതാണ്? എ ക്യൂറി, ബി സ്റ്റേബിൾ ഐസോട്ടോപ്പ്, സി ഐസോട്ടോപ്പ് ആൻഡ് ഡി മേരി. ഇതാണ് ആൻസർ. എ ക്യൂറിയാണ് നമ്മുടെ റേഡിയോ ആക്ടിവിറ്റീൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം SI യൂണിറ്റ് ഏതാ? ബെക്യുറലാണ്. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എ സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ, ബി സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ, സി ബോത്ത് ആൻഡ് ഡി നൺ ഓഫ് ദീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോട്ടോപ്പ് എന്താണ്? സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറുമാണ് നമ്മുടെ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസോബാറും അതെല്ലാം കാണാതെ കറക്റ്റായിട്ട് പഠിക്കണം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പം എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഡു ലൈക്ക് ഇഫ് യു ലൈക്ക് മൈ ക്ലാസ്. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.